അപ്പോൾ ഗൈസ് ഇന്നാണ് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് പെരുങ്ങോട്ടുകാരുടെ ഉത്സവം. അപ്പോൾ നമ്മൾ ആനകളെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കാലത്ത്. അങ്ങനെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് കണ്ടിട്ടുള്ള പുതുപ്പള്ളി കേശവനാണ്. പുതുപ്പള്ളി കേശവൻ തേപ്പ് വേണ്ടിയിരിക്കുകയാണ്. ചാടൂർ കുറുമ്പലാവ് ദേശത്തിന് വേണ്ടിയിട്ടാണ് പുതുപ്പള്ളി കേശവനാണത്. അങ്ങനെ ചാടൂർ കുറുമ്പലാവ് ദേശത്തിൻ്റെ ആനേനെ വരവേലേക്ക് വന്നിട്ടുള്ള ആരാധകരും അതേപോലെ തന്നെ കമ്മിറ്റിക്കാരാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആനേനെ പതുക്കെ ലോറിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭീമനെ കണ്ട ശേഷം നമ്മൾ അടുത്ത് വന്നിട്ട് സമ്മായത്തിൻ്റെ അടിക്കുന്നത്. സമ്മായം എന്ന് പറയുന്നത് പുള്ളുപുറത്തൂർ ആലപ്പാട് ദേശത്തിൻ്റെ പൂരം ഇറങ്ങുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടേക്കാണ് അടുത്തായിട്ട് നമ്മൾ ആനയെ കാണാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അവരെ കോലെന്ന് പറയുന്നത്. അടിപൊളി വെറൈറ്റി കോലായിട്ടുണ്ട്. അപ്പോൾ ചെറുക്കൽ കാളിദാസൻ, പുള്ളുപുറത്തൂർ ആലപ്പാട് ദേശത്തിൻ്റെ ആനയാണ് ചെറുക്കൽ കാളിദാസൻ. അങ്ങനെ നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ആനയാണ് മീനാട് വിനായകൻ എന്ന് പറയുന്നത്. കിഴക്കുമ്പുറ ദേശത്തിന് വേണ്ടിയിട്ടാണ് മീനാട് വിനായകൻ തിടമ്പെടുക്കുന്നത്. അങ്ങനെ നാലാമത്തെ ആനയുള്ള പുതുപ്പള്ളി സാധുവിൻ്റെ അടുത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇക്കുറി മൂത്തേടത്തര ദേശത്തിന് വേണ്ടിയിട്ടാണ് ആന തിടമ്പ് വരുന്നത്. അങ്ങനത്തെ നമ്മൾ അഞ്ചാമത്തെ ആനയുടെ അടുത്ത് എത്തിയേക്കാണ് ചിരക്കര ശ്രീറാമു. കിഴുപ്പിളിക്കര ദേശത്തിന് വേണ്ടിയിട്ടാണ് ആന തിടമ്പ് പറ്റുന്നത്. അങ്ങനെ നമ്മുടെ ലിസ്റ്റിലെ ആറാമത്തെ ആനയാണ് തൃക്കടവൂർ ശിവരാജു. താനും ദേശത്തിന് വേണ്ടിയിട്ടാണ് ആന തിടമ്പ് പറ്റുന്നത്. അങ്ങനെ ലിസ്റ്റിലെ അവസാനത്തെ ആനയായിട്ടുള്ള അമ്പാടി ബാലിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ. വടക്കുമുറിക്ക് വേണ്ടിയിട്ടാണ് ആന തിടമ്പ് പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും പെരിങ്ങോട്ടൂർ പൂരാശംസകൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ചേട്ടന്മാർ. ബാക്കി വിശേഷങ്ങൾ പൂരപ്പറമ്പിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ബൈ.